ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 900 പോയിൻറ്റ്സിന് മൂവ്മെൻറ്റാണ് നടത്തിയേക്കുന്നത്. നമുക്ക് ലൈവ് മാർക്കറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലൈവ് ചാർട്ടാണത്. 910, 909, 900 പോയിൻറ്റ്സിന് മൂവ്മെൻറ്റാണ് നിഫ്റ്റി ടോട്ടലി ഇന്ന് നടത്തിയേക്കുന്നത്. നമ്മളിന്ന് ട്രേഡ് ഗ്രൂപ്പിൽ കൊടുത്തേക്കുന്നത് സെൻസസും നിഫ്റ്റിയിലത്തെയും ട്രേഡുകളാണ്. പക്ഷെ നമ്മൾ ഇഷ്ടംപോലെ ട്രേഡുകൾ പ്ലാൻ ചെയ്തെങ്കിൽ കൂടിയും പല ട്രേഡുകളും നല്ല രീതിക്ക് മൂവ്മെൻറ്റ് ചെയ്തെങ്കിൽ കൂടിയും നമുക്ക് കുറേ ഇഗ്നോർ ചെയ്യേണ്ടാവുന്നുണ്ട്. നമുക്കൊന്ന് ഫുൾ ടാർഗറ്റുകളില്ല, SLകളും ഇല്ല, ഫുൾ ടാർഗറ്റുകളും ഇല്ല. കിട്ടിയ ട്രേഡ് കോസ്റ്റൊക്കെ ഇറങ്ങേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര അടിപൊളി മാർക്കറ്റിൽ നമുക്ക് ഒരു ഫുൾ ടാർഗറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റൂൾസ് ഉണ്ട്. നമ്മളിവിടെ ചെയ്തു വരുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. എന്താണ് ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 900 പോയിന്റ് പോയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയില്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത്രയും വലിയ ട്രെൻഡിങ് കാണുമ്പോൾ മാർക്കറ്റ് ഒന്ന് റിവേഴ്സിലായ വരെ നിങ്ങൾക്ക് SL അടിച്ചു പോകും. അതാണ് ഞാനവിടെ ക്ലാരിറ്റി ചെയ്യണത് കേട്ടോ. ഇത്രയും വലിയ നല്ല മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല എന്നുള്ളതല്ല ഇവിടുത്തെ ഒരു ആൻസർ. ഇത്രയും നല്ല മാർക്കറ്റിൽ, ഇത്രയും ട്രെൻഡിങ് മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു വന്ന് ഈസി ആയിട്ട് ഹിറ്റ് ആവുന്നുള്ളൂ SL, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്താലാണ്, കറക്റ്റായിട്ട് SL മാനേജ് ചെയ്താലാണ്, കറക്റ്റായിട്ട് ബൈ എടുത്താലാണ്, എക്സാക്റ്റ് പ്രൈസിൽ തന്നെ ബൈ എടുത്താലാണ് നിങ്ങൾക്ക് SL ഒക്കെ പ്രൊട്ടക്റ്റ് ആയി നിൽക്കുള്ളൂ. ഞാൻ വഴിയെ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ ടൈം മാർക്കറ്റിലും നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. സൈഡ് വേസിലും ചെയ്യാറുണ്ട്, ട്രെൻഡിങ്ങിലും ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യണം, ചെറുതായിട്ട് മൂവ് ചെയ്യണ മാർക്കറ്റുണ്ട്. നിഫ്റ്റി 100 പോയിന്റ്, 150 പോയിന്റ് അങ്ങനത്തെ ലെവലിലൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്, പ്രോഫിറ്റ് വരാറുണ്ട്. ഇപ്പോൾ സൈഡ് വേസിലടക്കം നല്ല രീതിക്ക് പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ വാർ നടന്ന ദിവസം 50 പോയിന്റ് ക്യാപ്ചർ ദിവസങ്ങളുണ്ട് ഫുൾ ടാർഗറ്റ് നിഫ്റ്റിയിൽ. പക്ഷേ നമുക്കിന്ന് ട്രെൻഡിങ് മാർക്കറ്റിൽ ഫുൾ ടാർഗറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ചാർട്ടിലും കാണിച്ചു തരാൻ പറ്റുമോ. പക്ഷെ ഞാൻ ഒന്നുകൂടിയും പറയാം, ഇതൊക്കെ കണ്ടീഷൻ ആക്റ്റീവായിട്ട് ഒരു അഗ്രസീവ് ട്രേഡ് എടുക്കുന്നവർക്ക് ഇന്ന് ഹൈ എൻഡ് പ്രോഫിറ്റാണ്. അത് ഞാൻ പറയാം, ട്രെൻഡിങ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുക ഹൈ എൻഡ് പ്രോഫിറ്റാണ്. അത് അഗ്രസീവ് ട്രേഡേഴ്സിന് കിട്ടുന്ന സംഭവമാണ്. പക്ഷേ SL പോകാനുള്ള 100% ചാൻസ് ഉണ്ട്. അഗ്രസീവ് ട്രേഡ് എടുക്കുമ്പോൾ അതും കൂടി ചിന്തിക്കുക. ഇതാണ് നിഫ്റ്റിയുടെ ലെവൽസ്. നിഫ്റ്റി നിൽക്കുന്നത് ഒരു ഓൾ ടൈം ഹൈയിലൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ഹൈയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. എന്താ വെച്ചാൽ റീട്രേസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു മൊമെൻറ്റിൽ നല്ല രീതിക്ക് മുകളിൽ പോകാൻ സാധ്യതയുണ്ട് നിഫ്റ്റിക്ക്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 24,394 മുകളിലാണ്. നിങ്ങൾ 24,394 മുകളിൽ കറക്റ്റായിട്ട് റിജക്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഓപ്പൺ ആയിട്ട് വന്നു. മാർക്കറ്റ് കറക്റ്റായിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ എത്രയാണോ അത് വിഷയമല്ല. പക്ഷേ ആ ലെവൽസിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അവിടെ കറക്റ്റായിട്ട്. ഈ ക്യാൻഡിൽ അടിയിൽ ലോസ് വരെ ഇന്ന് നെഗറ്റീവിലേക്ക് പോയാൽ മാർക്കറ്റ് 24,394 അടിയിലേക്ക് ക്യാൻഡിൽ ലോസ് വരെ നെഗറ്റീവിലേക്ക് പോകും. കറക്റ്റായിട്ട് ബയേഴ്സ് തന്നെ മുകളിലാണ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബുള്ളിഷ് ഫണ്ട് തന്നെയാണ് അവിടെ നിന്ന് കണ്ടേക്കണത്. പിന്നെ കുറച്ച് നേരം സൈഡ് വൈസ് ആയിട്ട് പിന്നെയും മൂവ്മെൻറ്റ്, മനസ്സിലായാലും ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് പിന്നെയും. കറക്റ്റായിട്ട് റീട്രേസ്മെൻറ്റ് ചെയ്ത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ നിഫ്റ്റിയിലത്തെ കഥകൾ പറയുന്ന കൂട്ടത്തിലൊരു കഥയും കൂടി പറയാനുണ്ട്. നമുക്ക് ക്രൂഡ് ഓയിലിൽ ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിലത്തെ ഫുൾ ടാർഗറ്റ് ഞാൻ കാണിച്ചു തരാം. 70 പോയിന്റാണ് കിട്ടിയത്. നമ്മൾ ഫുൾ ടാർഗറ്റ് 50 പോയിന്റാണ്. 10 പോയിന്റ് റിസ്ക് എടുത്ത് 50 പോയിന്റ് ടാർഗറ്റ്. ഇത് 70 പോയിന്റാണ് കിട്ടിയത്. 1 വേരി കിട്ടിയോണ്ടാണ് 70 പറഞ്ഞത് കേട്ടോ. ഒറ്റയടിക്ക് പോയിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ 70 പോയിന്റ് അങ്ങനെ കിട്ടിയേക്കുന്നത്. നിങ്ങൾ ഇത്രയും കാണുന്ന സ്ട്രൈക്കുകളിൽ നമ്മളിങ്ങനെ നോക്കണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഒരു കണ്ടീഷൻ തന്നിട്ടില്ലേ, അതൊന്നും ചെയ്യാല്ലേ, മനസ്സിലായില്ലേ? 240-50 ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലോടുത്ത ലെവലാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇന്നലെ സ്റ്റോറി ചെയ്തിട്ടുള്ള ലെവലാണ്. അതിൻ്റെ 2 പ്രൈസ് കൊടുത്തത് 227, 322. പക്ഷേ ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാല്ലേ, നല്ല രീതിക്ക് മുകളിൽ കയറിപ്പോയി. ഇപ്പം 946 നിൽക്കണു. ഇതൊക്കെ പ്ലാനിങ് ചെയ്തല്ല 154 മുകളിൽ സെല്ലർ സ്കാനിൽ വന്നാൽ മേടിക്കാം. സെല്ലർ സ്കാനിൽ വന്നിട്ട് ഇവിടെയാണ്, ഒന്നും ചെയ്യാല്ലേ. 921 വന്നതാണത്. ഇതിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ട്രേഡുകൾ കിട്ടണമെന്ന് പറയണത് അത് ബേസിക്കലി നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഡിസ്കൗണ്ട്, ഇത്തിരി ലിമിറ്റ്, ഇത്തിരി സേഫ് അങ്ങനത്തെ ഒരു നോക്കിയിരിക്കണ സമയത്ത് ഇതുണ്ടല്ലോ 24,550 24,550 ഞാൻ പറഞ്ഞു തന്നെയാണ് ഇവിടെ ലിമിറ്റിൽ വരുമ്പോൾ എടുക്കാൻ. പക്ഷെ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ 6-7 ക്യാൻഡിലാണ് വന്നേക്കണത്. അതൊരു ടാസ്ക്കാണ്,
മനസ്സിലായില്ലേ? 142 മേടിക്കാൻ പറഞ്ഞു, 152 വരെ വന്നു. 4 പോയിന്റ് വ്യത്യാസമുള്ളൂ, പറയുമ്പോൾ 4 പോയിന്റ് വ്യത്യാസമുള്ളൂ. പക്ഷേ ഇതൊരു 5 മിനിറ്റിൽ വരണം. ഇവിടെയാണ് റെഡ് ക്യാനിൽ വന്നത്. പിന്നെ ഒരു 5 ക്യാൻഡലിൽ ഇതാണ് ഈ 5ാമത്തെ ക്യാനിൽ വരുന്നത്. അത് 158 വരുന്നത്. 10 പോയിന്റ് വ്യത്യാസമായി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാൻഡിൽസിന് അടിയെ വന്നിട്ട് നിങ്ങളുടെ SL എടുക്കാൻ പറ്റും. മാർക്കറ്റ് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എടുക്കാമെന്നൊക്കെ തോന്നും. ഇത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ക്യാൻഡിൽസിനൊപ്പം മൂവ് ചെയ്യണ സമയത്ത് അതൊന്നും പറ്റില്ല, മനസ്സിലായില്ലേ? നമ്മൾ ഇതിട്ട് ഡിസ്കൗണ്ട് നോക്കിയിട്ടിരിക്കണോ, അല്ലെങ്കിൽ ലിമിറ്റ് നോക്കിയിട്ടിരിക്കുള്ളൂ. 5 മിനിറ്റിൽ എത്തണം, അതൊക്കെയാണ് കണ്ടീഷൻ. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതൊക്കെ 150 പോയിന്റ് 1 വരെ പോലുള്ള ട്രേഡാണ്. പക്ഷെ പറയാന്നുള്ളൂ, അല്ലാതെ മുമ്പിൽ കൂടെ പോയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒന്നും ചെയ്യാല്ലേ. ഇത് 81-200 ആണ്. 81-200 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിൽ, കറക്റ്റ് ലിമിറ്റിൽ ടച്ച് ചെയ്ത് പോയിട്ടുള്ള ട്രേഡാണ്. പക്ഷേ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞ ക്യാൻഡിൽ നിങ്ങൾ കറക്റ്റ് ഇവിടെ നോക്കി വെക്കുക. ഗ്രീൻ ക്യാനിൽ ലോസ് ചെയ്ത് റെഡ് ക്യാനിൽ ഇവിടെ റിജക്റ്റ് ആക്കി. 9:35 ക്യാനിൽ നമ്മൾ 9:40 ആകുമ്പോൾ ക്യാനിൽ ലിമിറ്റിലെത്തണം. 9:40 ആകുമ്പോൾ ക്യാനിൽ ഇവിടെ നിൽക്കുക, മനസ്സിലായില്ലേ? 432 മേടിക്കാൻ പറഞ്ഞ പ്രൈസ് 394. അപ്പോൾ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഈസിയായിട്ട് SL പോവും. അപ്പോൾ ലിമിറ്റിൽ നോക്കിയിരിക്കണം. ലിമിറ്റിൽ നോക്കിയിരിക്കുമ്പോൾ ഇതിങ്ങനെ എടുക്കാൻ പറ്റില്ല, ഈ ലിമിറ്റിലൊന്നും എടുക്കാൻ പറ്റില്ല, റിസ്ക് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റിൽ നിന്ന് അടിയിലേക്ക് തിരി വന്നിട്ട് തിരിച്ച് കയറുന്ന സമയത്ത്, തിരിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറണം, മനസ്സിലായില്ല? ഒരു റിജക്ഷനൊക്കെ കാണിച്ച് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുക. ഇതാണ് എൻട്രി പ്രൈസ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ബേസിക്കലി മാർക്കറ്റ് ലിമിറ്റിൽ ടച്ച് ചെയ്ത് പോയി, ഒന്നും ചെയ്യാല്ലേ. 7 ക്യാനിലോ 8 ക്യാനിലോളം ലിമിറ്റിലോ ടച്ച് ചെയ്ത് പോയി. നമുക്കത് ഇഗ്നോർ ചെയ്യേണ്ട വന്നു. എടുക്കണവർക്ക് എടുക്കാം കേട്ടോ, എടുക്കണ്ടെന്ന് പറയണമെന്നില്ല. ലിമിറ്റിൽ ടച്ച് ചെയ്തിട്ടാണ്, റിസ്ക് എടുത്ത് എടുക്കണമെങ്കിൽ എടുക്കാം, അത്രേ ഉള്ളൂ. 394 പ്ലാൻ ചെയ്ത ട്രേഡ് ഇപ്പോൾ നിൽക്കുന്നത് 1130. ഞാൻ വലിയ ഫിഗർ പറഞ്ഞ് നിങ്ങളെ ഒരു രസത്തിക്ക് കൊണ്ടുപോകല്ല, പക്ഷേ സത്യം എങ്ങനെയാണ്, മനസ്സിലായില്ലേ? പിന്നെ ഈ ട്രേഡ് ഒരു ഈ 123 പറഞ്ഞ ലെവല്, ഈ 123 പറഞ്ഞ ലെവല് ഞാൻ പേഴ്സണലി ചോദിച്ച ഒരാൾക്ക് കൊടുത്തതാണ്. ആള് ഇന്ന് പ്രോഫിറ്റിലായിരിക്കും എടുത്തുണ്ടെങ്കിൽ, അത് ഞാൻ പറയാമല്ലോ. പേഴ്സണലി ഒരാൾക്ക് ചോദിച്ചു, ഞാൻ കൊടുത്തു. പക്ഷെ 142 പറഞ്ഞ ലെവല് ഞാൻ ഗ്രൂപ്പിലിട്ടാണതാണ്, മനസ്സിലായില്ലേ? രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ 142 നമുക്ക് റെഡ് ക്യാനിൽ വന്നില്ല, നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട വന്നു. ഈ സംഭവം ഞാൻ 123 കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് പേഴ്സണലി ആ ടൈമിൽ ചോദിച്ചപ്പോൾ ഞാൻ ആ ലെവലാണ് കൊടുത്തത്, അത്രയുള്ള കാര്യം. പക്ഷെ ആൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. 100 പോയിന്റ് ഈസി ആയിട്ട് മുമ്പിലേക്ക് 1 വേയിൽ പോലുള്ള ട്രേഡാണ്. ഇപ്പോൾ നിൽക്കുന്നത് 405 123. പിന്നെ 24-800 തന്നെയാണ് അവസ്ഥ. ലിമിറ്റിൽ വന്നിട്ടില്ല, റിസ്ക് എടുക്കണ്ട, മനസ്സിലായില്ലേ? അത്രയുള്ള കാര്യം. ലിമിറ്റിൽ വന്നാൽ എടുക്കാം. 152 എന്ന് പറഞ്ഞ ലെവല് പിന്നെ കൊടുത്ത ലെവലാണ് കേട്ടോ. 175 പിന്നെ വേറെ കൊടുത്തതാണ്. ഈ 145 കുറവുന്ന സമയത്ത് 152 ഞാൻ കൊടുത്തിട്ടില്ല. ആ ലൈൻ അവിടെ നിൽക്കണ കാണുമ്പോൾ ട്രേഡ് ആക്ടിവേറ്റ് ആയെന്ന് തോന്നേണ്ട കാര്യമില്ല. നമ്മൾ ഈ ടൈമിൽ കൊടുത്തത് 145. ഈ 145 എന്ന് പറഞ്ഞ ലെവലിൽ ട്രേഡ് ഇവിടെ ആക്ടിവേറ്റ് ആയി. റെഡ് ക്യാനിൽ അവിടെ വന്നു, ലിമിറ്റിക്ക് വന്നില്ല, എടുക്കാൻ പറ്റില്ല, അത്രയുള്ള കാര്യം. പിന്നെ 5 മിനിറ്റ് ലിമിറ്റിൽ വന്നില്ല, അപ്പോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ച് കയറി പോണ സമയത്ത് എടുക്കാം. തിരിച്ച് കയറി പോണ സമയത്ത് റെഡ് ക്യാനിൽ ലോസിങ് മുകളിൽ കിട്ടിയിട്ടില്ല ഈ 145. അപ്പോൾ 152 കൊടുത്തു, 175 കൊടുത്തു. 175 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 189 പ്രൈസ് വരുന്നത്, 175 ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ 14 പോയിന്റ് വ്യത്യാസമായി ലിമിറ്റെന്ന്. അപ്പോൾ റിസ്ക് ആണ് അവിടെ, മനസ്സിലായില്ലേ? റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വരും, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യേണ്ടി വരും. 120 പോയിന്റ് പോലുള്ള ട്രേഡാണ്. പക്ഷേ അത്രയും സ്ട്രിക്റ്റ്ലി നിങ്ങളുടെ SL നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താലാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഉണ്ടാവുള്ളൂ. ചാടിക്കയറി പോകണവർക്ക് പോകാം, ഞാൻ പിന്നെയും പറയാം. നമുക്ക് ചാടിക്കയറി പോകണമെങ്കിൽ പോവാം. നിങ്ങൾ SL കറക്റ്റായിട്ട് ഇടാമെന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത്. 81-900 ഇതങ്ങനെ തന്നെയാണ്. 388 പറഞ്ഞ ട്രേഡാണ് ഈ സംഭവം. ഇത്തിരി മുകളിലാണ് സെല്ലേഴ്സ് റേഷനൊക്കെ വന്നതാണിത്. പ്രൈസ് കൂടുതലാണ്, പക്ഷെ ഇത് പോയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്നു 24-600 പീരാണ്. 24-600 പീര് ഒരു ഗോസ്റ്റ് ഹോസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ. ഇത് ഗോസ്റ്റ് ഹോസ്റ്റ് ഫ്രീ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. ലാസ്റ്റ് ടൈമിന് ഒരെണ്ണം കിട്ടിയതാണ്. അത് ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് 1:2 പോണ ട്രേഡാണ്, 20 പോയിന്റ് പോലുള്ള ട്രേഡാണ്. പക്ഷെ അതൊരു 10 ക്യാൻഡിലോ റിസ്കിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇറങ്ങിക്കോളാൻ. അല്ലാത്തവർക്ക് ഹോസ്റ്റ് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ഇരിക്കാം, അത്ര ഉള്ള കാര്യം. ഇനിയിപ്പോൾ ഈ ട്രേഡ് 1:1 പോയിട്ടുള്ള ട്രേഡാണ്. ഇത് ഓൾറെഡി 131.
ഇത് ഇവിടെ ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലെവലാണ് 131, പക്ഷെ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യുന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. അത് 1:1 പോലുള്ള റേഡാണ്. പിന്നെ അടിയിലേക്കൊക്കെ വരണുണ്ടല്ലേ, അതൊക്കെ ഈസി ആയിട്ട് വന്ന് അടിച്ചു പോകും. പക്ഷെ ഇതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ട്രേഡ് ഉണ്ട്, ഈ ട്രേഡൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, റീ എൻട്രി ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും റിസ്ക് ആണ് സംഭവം, മനസ്സിലായാലും. റിസ്കിൻ്റെ ഇടയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ഹൈ റിസ്കിലാവും. അതാണ് അതിൻ്റെ ഉള്ളതൊരു ഗെയിം. ഇതൊരു പെർഫെക്റ്റ് എൻട്രി ആണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇതിലും പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ആകെ പ്രശ്നങ്ങളാണ്. 24,900 സി എന്ന് നോക്കുക. YS ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. ഇവിടെ കറക്റ്റ് റിജക്ഷൻ ആട്ടോ. അത് ബോഡി മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. അപ്പോൾ ട്രേഡ് എടുക്കാം. ഞാൻ പറഞ്ഞ SL എൻട്രിയാണ്. ഇത് കറക്റ്റായിട്ട് ഇതിൽ അടിയിൽ നിന്നൊക്കെ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രൊട്ടക്റ്റായി നിൽക്കും. നമുക്ക് തോന്നുന്നുണ്ടാവും ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാം. 97 പോയിൻറ്റ് 100 പോയിൻ്റൊക്കെ പോയുള്ള ട്രേഡാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് 10 ക്യാൻഡിലാണ്. 10 ക്യാൻഡിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും വിട്ടുകളാണ് ഈ ട്രേഡ്, മനസ്സിലായില്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ട്രേഡ് എടുത്തു, ഇപ്പോൾ തിരിച്ച് ഇത്രയും ദൂരം വന്നപ്പോൾ തന്നെ 10 ക്യാൻഡിലായി. ഇവിടെ എക്സിറ്റ് അടിക്കേണ്ടി വരും. തിരിച്ച് കയറുന്ന സമയത്ത് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇടേണ്ട SL എന്ന് പറഞ്ഞാൽ ഇത് ഈ സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് അവിടെ SL അടിച്ച് പോകും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ. വേണ്ട 10 പോയിൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് SL അടിച്ച് പോകും. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നിട്ടില്ല, കറക്റ്റായിട്ട് മുകളിലേക്ക് പോവുക ചെയ്തത്. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്ത് ട്രേഡ് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, റീ എൻട്രിയും പറഞ്ഞിട്ടില്ല. ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് ഇരിക്കുക SL വെച്ചിട്ട്, അത്ര ഉള്ള കാര്യം. അല്ലെങ്കിൽ SL അടിച്ച് നിർത്തുക, ഇന്നത്തെ പരിപാടി നിർത്തുക അവിടത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രൂഡ് ഓയിൽ ട്രേഡ്. 52.50 C 1:7 ആക്ടിവേറ്റ് ആയിട്ടുള്ള ട്രേഡാണ്. 70 പോയിന്റ് കിട്ടിയുള്ള ട്രേഡാണ്. 11:15 ഈ ട്രേഡ് കൊടുത്തതാണത്. ഇത് കറക്റ്റായിട്ട് ആ ടൈം കഴിഞ്ഞിട്ട് തന്നെയാണ് ആക്ടിവേറ്റ് ആയിക്കണതും പ്രോഫിറ്റ് വന്നതാണത്. പക്ഷേ ഇത് ഈസി 1 വേയിലുള്ള പ്രോഫിറ്റ് ആയിരുന്നു. നമ്മൾ ക്രൂഡ് ഓയിലൊക്കെ 50 പോയിൻ്റാണ് ഫുൾ ടാർഗറ്റ്. ഇത് 1 വേയിൽ തന്നെ 70 പോയിന്റ് പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ 70 പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 50 കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അത്ര. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വന്നിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ട്രെൻഡിങ് മാർക്കറ്റ് കാണും, സൈഡ് വേസ് കാണും, ഇനിയിപ്പോൾ മിനിമം ഒരു ആവറേജ് രീതിയിൽ പോണ മാർക്കറ്റ് കാണും. എല്ലാത്തിലും നിങ്ങളുടെ കണ്ടീഷൻസ് കറക്റ്റായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലുണ്ട്, റിസ്ക് കുറവുണ്ട്, സേഫാണ്, അങ്ങനത്തെ ലെവലിൽ നിങ്ങൾക്ക് തോന്നണ നേരത്തെ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ചാടി കയറി പോകണമെന്നൊന്നും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ പോണവർക്ക് അങ്ങനെ പോവാം, അങ്ങനെ പോയി ട്രേഡ് എടുക്കാം, സക്സസ് ആവാം. ഞാനിപ്പോൾ എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്നവർക്കും ഇനിയിപ്പോൾ എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യണവരുണ്ടാവും കേട്ടോ. ഇല്ലാന്നും പറയണമെന്നില്ല, ഞാൻ ഇത്ര ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ ചാടി കയറി പോയി ട്രേഡ് എടുത്തവരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മാക്സിമം അതൊക്കെ നിങ്ങൾ കുറയ്ക്കുക, അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. റിസ്കുകൾ കുറവ് ഒഴിവാക്കുക. നിങ്ങളുടെ തന്നെയാണ് ക്യാഷ് പോണത്, അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ക്യാഷ് പോയിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തരുന്നത്. 10,000 ലക്ഷങ്ങളും പോയിട്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെയും പറയണത് കേട്ടോ, അല്ലാണ്ട് വെറുതെ വന്നിട്ട് ഇരുന്ന് പറയണതല്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ക്യാപിറ്റലിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ആക്കണമെങ്കിൽ മാക്സിമം റിസ്ക് കുറവുള്ള ട്രേഡുകൾ, കറക്റ്റ് എൻട്രികൾ, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു സിനാരിയോ മാർക്കറ്റ് തരുന്നില്ലെങ്കിൽ അതൊന്ന് ഒഴിവാക്കി നിൽക്കുക. അങ്ങനെ തരുന്ന ട്രേഡുകൾ മാത്രം എടുക്കുക. ആ തരുന്ന ട്രേഡുകൾ ഈ പറഞ്ഞ രീതിയിൽ അത് അടിപൊളി സക്സസ് ആവണമെന്നും നിർബന്ധമില്ല കേട്ടോ. ഈ പറഞ്ഞാൽ ചിലപ്പോൾ 1:2 ആവും, 3 ആവും, അങ്ങനെയൊക്കെ ചിലപ്പോൾ പോകുള്ളൂ. ഈ വലിയ വലിയ കണ്ടിലവിടെ കിട്ടണം നിർബന്ധമില്ല. പക്ഷെ അങ്ങനെയും കിട്ടും. അങ്ങനത്തെ ട്രേഡാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ട്രെൻഡിങ് മാർക്കറ്റിൽ എപ്പോഴും ട്രാപ്പുകൾ നിൽക്കും, മനസ്സിലായാലും. എപ്പോൾ നോക്കിയാലും മാർക്കറ്റ് റീട്രേസ് ചെയ്യും. ഈ റീട്രേസിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്നും ആവില്ല. നിങ്ങളുടെ SL പോവും, SL ഇട്ടിട്ടില്ലെങ്കിൽ ക്യാപിറ്റലും പോവും. അങ്ങനത്തെ രീതിയിലുള്ള റീട്രേസ്മെൻറ്റാണ് ഇങ്ങനത്തെ ഓരോ ട്രെൻഡിങ് മാർക്കറ്റിൽ വരിക. അപ്പോൾ അതൊന്നൊക്കെ ഒഴിവായി നിൽക്കണമെന്നല്ല, നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക, അത്ര ഉള്ളൂ കാര്യം. ട്രേഡിംഗ് ഒക്കെ വളരെ സിമ്പിൾ തന്നെയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ സിമ്പിളാണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാണ് ഏതിനേക്കാളും, മനസ്സിലായില്ലേ. ചിലപ്പോൾ ഇന്ന് തെറ്റെടുത്തവർക്ക് ഇന്ന് ക്യാപിറ്റലടക്കം പോയ ആൾക്കാരുണ്ടാവും. ഇത്രയും ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞാലും ഇന്ന് ക്യാപിറ്റൽ മനുഷ്യ ആൾക്കാർ വരെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് വരുള്ളൂ, മനസ്സിലായില്ലേ. അത് കറക്റ്റ് നോളജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമുക്കൊരു ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര അത്യാവശ്യം വേണ്ട സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുക, അതൊക്കെ ബിൽഡ് ചെയ്യുക. അതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഒരു സ്ട്രാറ്റജി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ സ്ട്രാറ്റജി നിങ്ങളെ ഒരു 90% ഹെൽപ്പ് ചെയ്യായിരിക്കും. ബാക്കി 10% നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതൊരാൾക്ക് നിങ്ങളെ പറഞ്ഞുതരാൻ പറ്റില്ല, മനസ്സിലായില്ലേ. അത് ഇപ്പോഴേ 100% ഞാൻ പറഞ്ഞുതരാം.
അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി പഠിച്ചു, നാളെ പോയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നല്ല, ബാക്കി ഒരു 10% നിൽക്കണ്ട. 10% നമ്മുടെ എക്സ്പീരിയൻസാണ്. അത് ചിലപ്പോൾ മാസങ്ങളോണ്ടോ അല്ലെങ്കിൽ കൊല്ലങ്ങളോണ്ടോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സംഭവമാണ്. ഡെയിലി ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന സംഭവമാണ്. പേപ്പർ ട്രേഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടും കാര്യമില്ല. ഈ രണ്ട് ഞാൻ പറയാം. ഫ്രണ്ട് ടെസ്റ്റ് ചെയ്യണം, മാർക്കറ്റിലിരിക്കണം, ക്യാൻഡിൽസ് വാച്ച് ചെയ്യണം, ചാർട്ടിലിരിക്കണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് നാളത്തേക്ക് വേണ്ട സ്ട്രൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഞാൻ ഇന്ന് മെൻഷൻ ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ ഓക്കെ ബൈ.